ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചുകൊള്ളുന്നു. പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിയുടെ നിഴൽ. ചരിത്രത്തിൽ ദൈവത്തിൻ്റെ മുൻകരുതലുള്ള പ്രവൃത്തികളുടെ ചരിത്രം തമ്മിൽ തന്നെ ആവർത്തിക്കപ്പെടുന്നു. പഴയ നിയമത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഭാവിയിൽ നടക്കുവാനായിരിക്കുന്ന കാര്യങ്ങളുടെ നിഴലാണ്. ഈ മാതൃക പഴയ നിയമത്തിൽ വ്യക്തമായി കാണുന്നതാണ്. ഉദാഹരണമായി യോസേപ്പിൻ്റെ ജീവിതം ഭാവി സംഭവങ്ങൾക്ക് ഒരു മാതൃക അഥവാ നിഴലായിരുന്നു. യോസേപ്പിനെ സഹോദരന്മാർ പകച്ചു, പിതാവ് സ്നേഹിച്ചു. തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിലേക്ക് പിതാവ് തന്നെ അയച്ചു. സഹോദരന്മാർ ഒറ്റയ്ക്ക് കൊടുത്ത വിജാതികർക്ക് വിറ്റ് കുണ്ട്രയിൽ നിന്ന് സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഉയർത്തി. 7 ആണ്ടുകളിൽ വിജാതിയരിൽ നിന്നും ഒരു ഫലശേഖരണത്തിലൂടെ ഒരു ജാതിയെ മണവാട്ടിയെ തിരഞ്ഞെടുത്തു. ലോകവ്യാപകമായി ഒരു ക്ഷാമത്തിൻ്റെ 2 ആണ്ടിൽ തൻ്റെ സഹോദരന്മാരുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കുകയും ക്ഷാമകാലത്ത് സഹോദരന്മാരെ പരിഷ്കരിക്കുകയും ചെയ്തു. ജോസഫിൻ്റെ ജീവിതം മുഴുവൻ കർത്താവായ യേശുവും തൻ്റെ സഹോദരങ്ങളായ ഇസ്രായേലുമായുള്ള ബന്ധത്തിൻ്റെ മുൻ നിഴലത്രേ. പിതാവ് യേശുവിനെ അയച്ചു. തൻ്റെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞു. 30 വെള്ളിക്കാശിന് വിറ്റ് മരിച്ചടക്കപ്പെട്ട സിംഹാസനത്തിരിക്കുവാൻ ഉയർത്തപ്പെട്ട തൻ്റെ വിജാതീയ മണവാട്ടിയെ സഭയ്ക്കൊരു വിളവെടുപ്പ് നടത്തുന്നു. ഇത് അസേയിലെ 7 സഭകളിൽ പ്രവചനപരമായി കാണാവുന്നതാണ്. 7 വർഷക്കാലത്തെ ആഗോള പീഡനത്തിൽ അന്ത്യത്തിൽ ക്രിസ്തുവിനെ തൻ്റെ സഹോദരങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കുകയും അവിടുന്ന് സഹോസ്ത്ര രാജ്യത്തിൽ അവരുടെ മേൽ വാഴുകയും ചെയ്യും. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ന്യായപ്രമാണം വരുവാനുള്ള നന്മയുടെ നിഴല് അല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളിൽ അടുത്തു വരുന്നവർക്ക് സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ആ പ്രകാരം ഇസ്രായേലിൻ്റെ ചരിത്രവും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അവർ പെസഹ കുഞ്ഞാടിൻ്റെ അറുക്കപ്പെടുകയും ചെങ്കടലിൽ മോശെങ്കിലേക്ക് സ്നാനം കുഴിച്ചടക്കപ്പെട്ട് 1 കൊരിന്ത്യർ 10:2 49 ദിവസങ്ങൾക്ക് ശേഷം സീനിയുടെ മേൽ ഇറങ്ങി വന്ന അഗ്നിയിൽ ദൈവത്തോട് ഉടമ്പടി ബന്ധത്തിലേക്ക് വരികയും 40 വർഷങ്ങൾ അനുസരണക്കേടിനാൽ യോശുവയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘർഷമുണ്ടാകുന്നവരെ അവർ അലഞ്ഞു തിരികുകയും തുടർന്ന് അവർ ദൈവത്തെയും ദാവീദ് രാജാവിനെയും സേവിക്കുകയും ചെയ്തു. അതേസമയം വിജാതിയർ ദാവീദിൻ്റെ സിംഹാസനത്തെ വണങ്ങി പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിനെ കൊല ചെയ്ത മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയും പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവ് പകർച്ചയുണ്ടായി അവർക്ക് അഗ്നിജ്വാലയ്ക്ക് സമമായ നാവുകൾ ലഭിക്കുകയും ചെയ്തു. അനുസരണക്കേട് ഇസ്രായേൽ സങ്കീർത്തനം 78 2000 വർഷങ്ങൾ അലിഞ്ഞു നടന്ന സഭയുടെ ഉൾപ്രമാണത്തിന് ശേഷം ഇസ്രായേൽ മശീഹയിൽ പുനഃസ്ഥാപിക്കപ്പെടുകയും മഹോദരകാലത്ത് പരിഷ്കരിക്കപ്പെടുകയും ചെയ്യും. സക്രിയാവ് 12:6, വെളിപ്പാട് 12:1 ക്രിസ്തു മടങ്ങി വരികയും വിജാതിയർ ദാവീദിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ വണങ്ങുകയും ചെയ്യും. ലൂക്കോസ് 1:32-33 വരെ വായിക്കുക. പഴയ ഉടമ്പടി വരുവാനിരിക്കുന്ന നല്ല കാര്യങ്ങളുടെ നിഴൽ. എബ്രായർ 10:1 രാജ്യം ദാവീദിൻ്റെ സിംഹാസനത്തിൽ നിഴൽ സ്ഥാപിക്കപ്പെടുന്നതുവരെ ഇസ്രായേൽ യോശുവയുടെ നേതൃത്വത്തിൽ വലിയ സംഘർഷത്തോടെ ദേശം കീഴടക്കി വിജാതീയ രാഷ്ട്രീയങ്ങൾ അവനെ സേവിച്ചു. 2 ശമൂവേൽ 7:12-29, 2 ശമൂവേൽ 8:1-18. സഭ എടുക്കപ്പെട്ട ശേഷം ഇസ്രായേലിന് മഹോദര കാലത്തിൽ
സംഘർഷം ഉണ്ടാകും. യെരമ്യാവ് 30:7 ക്രിസ്തു ദാവീദിന്റെ സിംഹാസനത്തിൽ വാഴുമ്പോൾ ലൂക്കോസ് 1:31-33 വിജാതിയരായ രാഷ്ട്രീയങ്ങൾ അവനെ സേവിക്കും. സങ്കീർത്തനം 72:7-11 ഇസ്രായേൽ പുതിയ ഉടമ്പടിയുടെ ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കും. യെരമ്യാവ് 31:40 വരെ, എസെക്കിയേൽ 39:21 വാക്യങ്ങൾ വായിക്കുക. പുതിയ ഉടമ്പടി ക്രിസ്തു വിശേഷയേറിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ. എബ്രായർ 8:6-10:1. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സംഗ്രഹിക്കും. ദൈവനാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ.